ഹരേ കൃഷ്ണ. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത് ബ്രഹ്മമുഹൂർത്ത രഹസ്യത്തെക്കുറിച്ചാണ്. എന്താണ് ബ്രഹ്മമുഹൂർത്ത രഹസ്യം? ഉറപ്പായും നിങ്ങൾ ഈ രഹസ്യം അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. വളരെ പ്രശസ്തരായിട്ടും പ്രഗത്ഭരായിട്ടുമുള്ള പലരും ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരാറുണ്ട്. മഹർഷീശ്വരന്മാരും ഇവരുടെ ജീവിതത്തിൽ അത് പിൻപറ്റി പോകുന്നുണ്ട്. അതിന് വലിയൊരു രഹസ്യമുണ്ട്. ഇവർ ഉണരുന്ന സമയം നമ്മൾ പലരും കേട്ടിട്ടുണ്ട്. പുലർച്ചെയാണ് ഇവരെഴുന്നേൽക്കുന്നത്. അത് വളരെ നല്ലതാണെന്ന് നമുക്കറിയുകയും ചെയ്യാം. പക്ഷേ നമുക്ക് പലർക്കും പുലർച്ചെ എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. നമ്മുടെ ശരീരത്തിനും അന്നത്തെ ദിവസത്തിനും ജീവിതത്തിനും ഒക്കെ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുന്നത് വളരെ ഐശ്വര്യം നൽകുന്ന ഒന്നാണ്. കുറച്ചല്ല, ഈ പ്രപഞ്ചം ആ സമയത്ത് നമ്മളിലേക്കൊരു വലിയ എനർജിയെ കടത്തിവിടുന്നു. അതായത് പ്രപഞ്ചം അതിൻ്റെ സർവ്വരഹസ്യവും സർവശക്തിയും ഭൂമിയിലേക്ക് ചൊരിയുന്ന പ്രഭാതത്തിലെ ഒരു 48 മിനിറ്റ്. ഈ ഒരു സമയം നമ്മുടെ പ്രപഞ്ചത്തിൽ എല്ലാ ദേവതകളുടെയും അനുഗ്രഹവും ചൈതന്യവും നിറഞ്ഞിരിക്കും എന്നുള്ളതാണ്. ഈ 48 മിനിറ്റ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തിയാൽ നമ്മൾ ഇന്ന് വരെ നേരിട്ട സർവ്വ പരാജയങ്ങളും വിജയമായി നമ്മുടെ ജീവിതത്തിൽ ഭവിക്കുമെന്നതാണ്. നമ്മുടെ തലവര വരെ മാറിപ്പോകാൻ ഈ 48 മിനിറ്റ് നമ്മളെ സഹായിക്കും. ഈ ബ്രഹ്മമുഹൂർത്തത്തിൻ്റെ ശക്തി ഈ സമയം ഉറക്കമുണരുന്ന ശക്തികൾക്ക് ലഭിക്കുന്നു. ആത്മീയ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യം, ലക്ഷ്മി കടാക്ഷം, ഈശ്വരാധീനം, വിജയം ഇതൊക്കെ ഉണ്ടാകുന്നതിന് ഈ സമയം എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടത്, ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ തുടർന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് എന്താണ് ബ്രഹ്മമുഹൂർത്തം എന്നുള്ളതാണ്. സൂര്യോദയത്തിന് മുൻപ് ഏകദേശം 1.5 മണിക്കൂർ മുൻപുള്ള ആ ഒരു സമയമാണ് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. ഉദ്ദേശം 3:30-ക്കും 5:30-ക്കും ഇടയിലുള്ള ആ ഒരു സമയമാണിത്. ബ്രഹ്മം എന്നാൽ അറിവ് അല്ലെങ്കിൽ സൃഷ്ടാവ് എന്നാണ് അർത്ഥം. മുഹൂർത്തം എന്നാൽ സമയം അല്ലെങ്കിൽ ശുഭസമയം എന്നാണ് അർത്ഥം. അപ്പോൾ ബ്രഹ്മമുഹൂർത്തം എന്ന് പറഞ്ഞാൽ ആ ഒരു സൃഷ്ടാവിൻ്റെ സമയം, അതുമല്ലെങ്കിൽ അറിവ് നേടാനുള്ള സമയം. ഇങ്ങനെ പല അർത്ഥങ്ങൾ ബ്രഹ്മമുഹൂർത്തത്തിനുണ്ട്. സദ്ഗുണം ഏറ്റവും കൂടുതൽ ഭൂമിയിൽ നിറഞ്ഞു തുളുമ്പുന്ന ഒരു സമയമാണ് ബ്രഹ്മമുഹൂർത്തം. ഈ പ്രപഞ്ചത്തിലെ സർവശക്തിയും സമ്മേളിക്കുന്ന ഒരു സമയമാണ്. ദേവസഞ്ചാരം നടക്കുന്ന ഒരു സമയമാണ് ബ്രഹ്മമുഹൂർത്തം എന്നുള്ളത്. ബ്രഹ്മമുഹൂർത്ത സമയത്ത് പ്രപഞ്ചത്തിലെ പോസിറ്റീവ് ഊർജ്ജശക്തികൾ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ ദേവശക്തികൾ ഭൂമിയിൽ സഞ്ചരിക്കുന്ന ഒരു സമയമാണ് ഈ സമയം. നമ്മൾ പ്രാർത്ഥിക്കുകയോ മന്ത്രങ്ങൾ ചൊല്ലുകയോ ചെയ്താൽ നേരിട്ട് ആ പ്രാർത്ഥനയും മന്ത്രജപവും ഈശ്വര സവിധത്തിൽ എത്തിച്ചേരുമെന്നതാണ്. ഈ സമയത്ത് അന്തരീക്ഷം അതീവ ശുദ്ധമായിരിക്കും. ഈ സമയത്ത് നമ്മൾ ഉണർന്നിരുന്നാലോ ഈ പ്രപഞ്ചം നൽകുന്ന വിശുദ്ധമായ ഊർജ്ജത്തെ നമുക്ക് ആവോളം ആസ്വദിക്കുവാനും അത് ഉൾക്കൊള്ളുവാനും നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം വരുത്തുന്നതിനും അത് ഇടവരുത്തുമെന്നുള്ളതാണ്. ഇനി ബ്രഹ്മമുഹൂർത്തത്തിന് മറ്റൊരു സവിശേഷതയുണ്ട്. അത് സരസ്വതി ദേവിയുമായി ബന്ധപ്പെട്ടാണുള്ളത്. സരസ്വതി യാമം എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ ഒരു ബ്രഹ്മമുഹൂർത്തത്തെയാണ്. ബ്രഹ്മമുഹൂർത്തത്തെ നമ്മൾ ഉറങ്ങിക്കിടക്കുന്നവർ അവരുടെ ജീവിതത്തെ പുണ്യത്തെ നശിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. പ്രമാണത്തിൽ പറഞ്ഞു വരുന്നത് സരസ്വതി ദേവി ഭൂമിയിലേക്ക് കടന്നു വരുന്ന ദേവിയുടെ അനുഗ്രഹം ഏറ്റവും കൂടുതൽ പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ ബ്രഹ്മമുഹൂർത്തം. ഈ സമയത്ത് എഴുന്നേറ്റ് പഠിക്കുന്നത് അല്ലെങ്കിൽ ഉണരുന്നത് തന്നെ ബുദ്ധിവികാസത്തിന് വഴിയാകും. അതുകൊണ്ട് വിദ്യാർത്ഥികളൊക്കെ തന്നെ ഈ ഒരു സമയം പുലർച്ചെ 3:30-ക്കും 5:30-നും ഇടയിലുള്ള ആ ഒരു സമയം പഠിത്തത്തിനായി തിരഞ്ഞെടുക്കുക. പഠിച്ച കാര്യങ്ങൾ അവർ ഒരിക്കലും അത് മറക്കില്ല. ലക്ഷ്മി കടാക്ഷം അതുപോലെ സരസ്വതി ദേവിയുടെ അനുഗ്രഹവും അവരിലുണ്ടാവും, വിദ്യാർത്ഥികളിലുണ്ടാവും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. നമ്മൾ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ ഒരിക്കലും ഈ സമയത്തെടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റില്ല എന്നുള്ളതാണ്. ഈ ഒരു സമയം നമ്മൾ എടുക്കുന്ന സർവ്വ തീരുമാനങ്ങളും ജീവിതത്തിൽ ഐശ്വര്യത്തെ കൊണ്ടുവരും. ആ തീരുമാനങ്ങൾ ശരിയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും വളരെ നിർണായകമായ ഒരു തീരുമാനമെടുക്കാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുവെങ്കിൽ പുലർച്ചെ ഈ സമയം ആ തീരുമാനമെടുക്കുക എന്നുള്ളതാണ്. ഒരുപാട് കഴിവുകളൊക്കെ ഉള്ളവർ ഈ സമയം അതിനുവേണ്ടി പ്രയോജനപ്പെടുത്തണം. സാധകമൊക്കെ ചെയ്യുവാൻ നമ്മൾ ഈ സമയമല്ലേ തിരഞ്ഞെടുക്കുന്നത്. നമ്മുടെ ഉപബോധ മനസ്സ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റവും കൂടുതൽ ഉണർന്നു പ്രവർത്തിക്കുന്ന ഒരു സമയമായിട്ടാണ് ഈ ബ്രഹ്മമുഹൂർത്തത്തെ കണക്കാക്കുന്നത്. ഈ സമയത്ത് നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ
അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പതിക്കുകയും അത് തന്നെ സംഭവിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഒരു കാര്യം തീവ്രമായി ആഗ്രഹിക്കുകയും അത് നമ്മുടെ മനസ്സിൽ ഈ സമയത്ത് നടക്കുമെന്ന് നമ്മൾ ചിന്തിക്കുകയും ചെയ്താൽ പ്രപഞ്ചം നമ്മുടെ കൂടെ നിന്ന് അത് നടത്തി തരും. അതായത് പ്രപഞ്ചശക്തികളും ഈശ്വരനും നമുക്ക് അനുകൂലമായി വിധി തീർക്കും. നിങ്ങൾക്ക് ധനം വേണോ, അല്ലെങ്കിൽ ആരോഗ്യം വേണോ, സമ്പത്ത് വേണോ, അങ്ങനെ എന്ത് വേണമോ ഈ സമയം നിങ്ങൾ അതിനുവേണ്ടി പ്രയോജനപ്പെടുത്തുക. ബ്രഹ്മമുഹൂർത്തത്തിൽ ഒരു തളികയിൽ 5 ദീപങ്ങൾ തെളിയിക്കുക. മൺചിരാതിൽ 5 ദീപങ്ങൾ തെളിയിക്കുക. ഈ ദീപത്തെ എന്ത് പറയുന്നു? ബ്രഹ്മമുഹൂർത്ത ദീപം എന്ന് പറയുന്നു. നമ്മൾ തെളിയിക്കുന്ന നിലവിളക്ക് കൂടാതെ നമ്മൾ തെളിയിക്കുന്ന ഒരു ദീപമാണ് ബ്രഹ്മമുഹൂർത്ത ദീപം. നിങ്ങളൊരു പ്രത്യേക കാര്യം പ്രാർത്ഥനയോടുകൂടി ഈ സമയത്ത് ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ തലവിധി മാറ്റിമറിയും. ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കും. പ്രപഞ്ചം നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ കൂടെ നടന്നത് സാധിച്ചു തരും. ബ്രഹ്മമുഹൂർത്തത്തിൽ അന്തരീക്ഷത്തിൽ ഓക്സിജൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും. ഈ ഒരു സമയം നമ്മൾ പ്രാണായാമം ചെയ്യുന്നത് രക്തശുദ്ധിക്കും നമ്മുടെ ശരീരത്തിൻ്റെ ഗ്ലോ നിലനിർത്താൻ അടക്കം സഹായിക്കും. അകാല വാർദ്ധക്യം തടയുന്നതിനും രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ഊർജ്ജസ്വലതയോടെ ദിനം മുഴുവൻ ഇരിക്കുന്നതിനും ഈ ഒരു സമയം നിങ്ങൾ എഴുന്നേൽക്കുന്നത് വളരെ പ്രയോജനപ്പെടും.